ഹായ് ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ്, അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു 3 കാർഡ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് ഇതാണ്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്. ഓക്കെ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡുകാർ, അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. ഓക്കെ, 2 ഓഫ് കപ്സ്. ഇതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി, പാർട്ട്ണർഷിപ്പ്, മ്യൂച്വൽ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒന്നിച്ച് നല്ല രീതിയിൽ പെരുമാറാനും അതുവഴി എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു കഴിവ്, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു കഴിവ്, കമ്മ്യൂണിക്കേഷനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്ത് പെരുമാറാനുള്ള നിങ്ങളുടെ കഴിവ്, അതാണ് നിങ്ങളുടെ ശക്തി. ഇതൊക്കെ ഈ കാർഡ് വന്നാൽ പറയും. രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ ശക്തി എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഉറുമ്പൊക്കെ ഓരോന്ന് കൂട്ടിവെക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് എന്ന് പറഞ്ഞ് കൂട്ടിവെക്കും. നാളെ എന്നൊരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു നാളേക്കായിട്ട് നിങ്ങൾ പലതും കാത്തു സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതുപോലെ മറ്റൊരു മെസ്സേജ് എന്ന് പറഞ്ഞത്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാനും അവരിൽ നിന്ന് അകലെ പോകാനും നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കും. അതാണ് മറ്റൊരു നിങ്ങളുടെ ശക്തി. പക്ഷെ പലരും ഇത് തിരിച്ചറിയുന്നില്ല. അങ്ങനൊരു വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാവാതെ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ കാർഡ് എന്താണ് സിറ്റുവേഷൻ? ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട്. ഇതും ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷേ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കുക. ഇതാണ് നിങ്ങളുടെ ശക്തി. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ്. താങ്ക് യു ഡിയേഴ്സ്.